പേര് CJ ജോസഫ് സാർ. എൻ്റെ പേര് CJ ജോസഫ്. സെൻറ് തോമസ് UP സ്കൂൾ മേലാനിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം മിക്കവാറും ഉണ്ടായിരുന്നതാണ്, കുടുംബ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല മാതൃകയാവാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ സ്നേഹിക്കാനും വിദ്യാർത്ഥികൾക്ക് നല്ല മാതൃക കൊടുക്കാനും പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഏത് വിധത്തിൽ വേണമെങ്കിലും കുട്ടികളെ സഹായിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലരുമായി കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അപ്പോൾ അത് വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ സ്കൂളിൽ അധ്യാപകരും അതുപോലെ തന്നെ TRC സെൻ്ററാണ്. 2-3 പഞ്ചായത്തുകൾ അവിടെ സാധാരണഗതിയിൽ ക്ലസ്റ്റർ സെൻ്ററൊക്കെ നടത്തുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും ഒരുവിധം സന്തോഷത്തിൽ കഴിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നു. അപ്പം ബഹുമാന്യനായ എല്ലാവിധ പാവങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നേരുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കൂടിയതിനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു സെൻഡ് ഓഫ് തരുന്നതിൽ സഹകരിച്ചതിനും അതുപോലെ ഇന്നേ ദിവസം എല്ലാവരും എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് തരാനാണെന്ന് തന്നെ ശരിക്കും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം AEO സാർ വിളിച്ചപ്പോഴത്തേന് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ്, ഇവിടെ ആരെ ഷാജിബൻ സാറും വിളിച്ചിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് വിവരങ്ങൾ ഇത്രയും വിപുലമാണെന്ന് അറിഞ്ഞത് തന്നെ. ഞാനിവിടെ GMLPCയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 33 വർഷം സർവീസായി. ആദ്യം 26/7/74 ഞാൻ ജോലിയിൽ കയറി. കല്ലാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആദ്യമായിട്ട് കയറി. അവിടെ 12 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. പിന്നെ വാഗമൺ 6 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ കിട്ടിയതും. പിന്നെ ഈരാറ്റുപേട്ട HS 3 വർഷവും. പിന്നെ ബാക്കി എൻ്റെ സർവീസ് GMLPCയിലാണ്. കൂടുതലായി ഒന്നും പറയാനില്ല. നമ്മുടെ ജീവിതം വളരെ സുഖമാണ്. അത് നല്ലത് തന്നെ. വലിയ ഏഴും കെട്ടുകളും ഒന്നും നമ്മൾ അതിനോടൊന്നും മറുപടി പറയേണ്ട. നമുക്ക് കുഞ്ഞുങ്ങളെയാണ് നമ്മളെല്ലാവരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. നമ്മുടെ മനസ്സിന് വളരെ തൃപ്തിയാണ്, വളരെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെല്ലാവരും നമ്മൾ ചന്ദ്രനോട് നന്ദി പറയുന്നു. പിന്നെ കൂടുതലായൊന്നും പറയാനായി എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ മൂത്ത മോളുടെ തെരഞ്ഞെടുപ്പ് സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്ന ശൈലാക്കയാണ്. ഇത് പലർക്കും അറിയാം. അടുത്ത എൻ്റെ മോൻ അമീർ ഷാ എന്ന് പറയും. ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അവരിപ്പം ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. കമ്പനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി അവിടെയായി. അടുത്തത് GMLPC പഠിച്ച 3ാമത്തെ മോന്. അവനെ പഠിച്ച ടീച്ചേഴ്സുണ്ട്. 6 കൊല്ലം പഠിപ്പിച്ചതാണ്. അവനോട് ഒറാക്കലിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു, മോഡൽ കഴിഞ്ഞ് മോൾക്ക് 2 കുട്ടികളുമുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവ് ഒരു സാറായിരുന്നു. അധ്യാപകനായിട്ട് കുറേ കാലം വർക്ക് ചെയ്തു. ഹെഡ്മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ ഫാദറിൻ്റെ നിർദ്ദേശവും ഉപദേശവും ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവനും അതേപടി തന്നെ അനുസരിച്ചു. അതുകൂടാതെ തന്നെ ഞാൻ ജോലി ചെയ്ത 12 വർഷക്കാലം ജോലി ചെയ്ത സ്കൂളിൽ എൻ്റെ സാറന്മാർ തന്നെ ആ സ്കൂളിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അവരുടെ എല്ലാ നിർദ്ദേശവും ഉപദേശവും ഒക്കെ ഞാൻ അതേപടി അനുസരിച്ചു. കൂടാതെ തന്നെ ഇപ്പം ഷാജിബൻ സാറാണെങ്കിൽ ഒന്നും പറയണ്ട, വേണ്ട നിർദ്ദേശവും ഉപദേശവും അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ പ്രായമേ ഉള്ളൂ. എല്ലാം അംഗീകരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന നല്ല ഉപദേശങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന തീർച്ചയാണ്. നമ്മൾ അത്രയും കുഞ്ഞുങ്ങളുടെ രീതിയിലേക്ക് നമ്മൾ പോകുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നമ്മൾ വേണ്ട വിധം എല്ലാവരും കഴിഞ്ഞ് എല്ലാവരും ഹെഡ്മാസ്റ്റർമാരാണെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും വേണ്ട നിർദ്ദേശം സ്റ്റാഫിന് കൊടുക്കുക. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്, ഞാൻ പോയില്ല. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ ജീവിതമായിരുന്നു. ഈ പറഞ്ഞ പോലെ പല സ്കൂളിലും ഇങ്ങനെ വന്ന് കഷ്ടപ്പെട്ട് വാദവും പിടിച്ച് വാഗുന്നതിൽ വെച്ച് തന്നെ ഭയങ്കര വാദമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ പനക്കശ്ശേരിയാണ് പ്രൊമോഷനായിട്ട് കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടി. 1 വർഷമേ ഉള്ളൂ എന്നും ഷാജിബൻ സാർ പറയുകയും ചെയ്തു. പോവുക, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പം സാറേ എനിക്ക് പറ്റുന്നില്ല, ശാരീരികമായിട്ട് എനിക്ക് വയ്യ. കയറി ഇറങ്ങി 2-3 വണ്ടിയിലൊക്കെ കയറി ഇറങ്ങി പോകണം. പനക്കശ്ശേരി മോശമാണെന്നല്ല, ഇത് നമുക്ക് തന്നെ
ഗവൺമെൻറ് LPSലെ പ്രീ പ്രൈമറിയിലെ ടീച്ചറാണ്. അതുകൊണ്ട് യാതൊരു എല്ലാവരുടെയും കൂടെ അതുകൊണ്ട് എന്നെ കാണാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ചിലരൊക്കെ എന്നെ കാണുന്നത്. പക്ഷേ എനിക്ക് ഈ മുഖങ്ങളൊക്കെ ശരിക്കും അറിയാവുന്നതാണ്. പക്ഷെ അവരെന്നെ അറിയുന്നതാണ്. എൻ്റെ വീട് തൊടുപുഴയാണ്. പ്രീ പ്രൈമറിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അവിടെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ റിട്ടയറായാലും ഞാൻ അതിന് മുമ്പ് അംഗൻവാടിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അംഗൻവാടിയിൽ എനിക്ക് PSC ടെസ്റ്റ് എഴുതി 12 വർഷക്കാലത്തേക്ക് ദൈവകാരുണ്യത്താൽ ഈ സ്കൂളിലാണെങ്കിലും കിട്ടി. അങ്ങനെ ഞാൻ ഇപ്പം മാർച്ച് 31-ന് പെൻഷനാണ്. 12 വർഷത്തെ സർവീസ് ഉള്ളെങ്കിലും ആ സർവീസ് കാലം എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലൊരു സ്കൂളും നല്ല അന്തരീക്ഷവും ഞങ്ങൾ ടീച്ചേഴ്സാണെങ്കിലും വർക്ക്. പിന്നെ വേറെ എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാൻ ഇത്രയും സർവീസിൻ്റെ ഇടയ്ക്ക് പോകുന്നു. മറ്റ് സഹപ്രവർത്തകരെ, ഒരു വിദ്യാഭ്യാസ ഉപജില്ലയിലെ അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ഈ കാലങ്ങളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഉപജില്ലയിൽ മാത്രമേ പെർമനൻ്റായിട്ട് ജോലി കിട്ടിയതിൽ പിന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. 1978 പൂഞ്ഞാർ സ്കൂളിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം മണിയങ്കുന്നിലേക്ക് പോയി. പിന്നെ വലിയ കുമാരമംഗലത്ത് ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പൂഞ്ഞാർ മണിയങ്കുന്ന് ഹിന്ദി സ്കൂൾ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ഇതിനോടകം 16 വർഷക്കാലം ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ പൂഞ്ഞാർ മണിയങ്കുന്ന് 2 സ്കൂളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ധാരാളം സെൻഡ് ഓഫുകളൊക്കെ കൂടിയിരുന്നു. ഇപ്പോൾ ഇത് 16ാമത്തെ സെൻഡ് ഓഫാണ് ഞാൻ കൂടുന്നത്. അപ്പോൾ 15 സെൻഡ് ഓഫുകൾ നടത്തി ഹെഡ് മാസ്റ്റർമാരിങ്ങനെയുള്ള യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ 16ാമത്തെ ആയപ്പോഴത്തേക്കും എൻ്റെയും സെൻഡ് ഓഫ് ആയി. എനിക്കതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ നോക്കുന്നത് വലിയൊരു ഭാരമാണ്. എപ്പോഴും ഒരു ഞായറെന്നില്ല, ശനിയെന്നില്ല, അവധി ദിവസം തന്നെ 7 ദിവസം സ്വകാര്യങ്ങളുമായിട്ട് ധാരാളം വേഗമായിരുന്നു. ജീവനക്കാരുണ്ടായിരുന്നു, ധാരാളം മാസ്റ്റർമാരുണ്ടായിരുന്നു, ടീച്ചർമാരുണ്ടായിരുന്നു. എല്ലാവരുടെയും സഹായം ധാരാളം എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ വീട് മെയിൻലാൻഡിലാണ്. 7 സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ജോലിക്കാർക്ക് പ്രത്യാശയുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ ഒരാൾ മാത്രമൊക്കെയായിട്ട് ബാക്കിയുള്ളവരുടെ ജോലിക്കാർക്ക് കേരളത്തിന് വെളിയിലുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. എല്ലാവരും തന്നെ ജോലിക്കാരാണ്. പഴയ പെൻഷൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ വളരെ മുഖത്തൊരു ഗ്ലാരി ഉണ്ടാവും. തിരിയുകയാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ ആർക്കും തിരിയുന്ന ദുഃഖമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഒരു ദുഃഖമില്ല കാര്യം. അത് നമ്മൾ ചെയ്തു തീർക്കാവുന്നതാണ്. 31 വർഷത്തെ നമ്മുടെ സേവനം കഴിഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. ഈ സേവന കാലഘട്ടത്തിനുള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ആയിരക്കണക്കിന് അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് പിണങ്ങി തിരിയേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സഹപ്രവർത്തകരായിട്ടോ വിദ്യാർത്ഥികളുമായിട്ടോ ഹെഡ്മാസ്റ്റർമാരുമായിട്ടോ ആരുമായിട്ടോ പിണക്കമെന്ന് പറഞ്ഞ ഇടപാട് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. മാനസികമായിട്ട് പോലും യാതൊരു പിണക്കവും ഇല്ലാതെ തിരിയാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ ദൈവിക സിദ്ധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ചെറുപ്പം പോലെ എനിക്ക് ഒന്നാമത് വന്നില്ല, രണ്ടാമത് ഏതെങ്കിലും എന്തിനും വരണമെന്ന് മോഹം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ പഠിച്ചു. ആർട്ടായിരുന്നാലും ശരി, കലാപരിപാടിയായിരുന്നാലും ശരി, കായികമായിരുന്നാലും ശരി, സമസ്ത പരിപാടികൾക്കും ഞാൻ കൂടിയിരുന്നു. എനിക്ക് ഒന്നാമനാകണമെന്നാണ് മോഹം. 5ാമനെങ്കിലും ആകും. അങ്ങനെ എല്ലാ കാര്യത്തിലും രണ്ടാമത് മാറ്റി നിർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഫീൽഡിൽ ചെറുപ്പം പോലെ ഒരു ഫീൽഡിൽ ചെല്ലുമ്പോൾ നിന്നെ കൊണ്ട് കൊള്ളുക, ഇത് മാറി ഞാൻ ചെയ്തോളാം ഒരാൾ പറയാൻ പാടുന്ന ഒരു മോഹമുണ്ട്. എല്ലാ കാര്യവും കഴിയുന്നത്ര ആ ഫീൽഡിൽ ചെന്ന് പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോക്കി പോകും. 3ാമത് നമ്മളത് പഠിച്ചിരിക്കുമല്ലോ. അത് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം ഒത്തിരി കാലമായിട്ടും ഒരു 10, 14, 15 വർഷം മുമ്പ് അടി നിർത്തിയിരുന്നല്ലേ. അടി നിർത്താനുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവം അത് മാത്രം. ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരുന്നപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റി ചെയർമാനായിരുന്നു മുട്ട സ്കൂളിൽ. അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ഓടി വന്ന്, ടീച്ചർ ടീച്ചറാണ്, ഓടി വന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ കുരുത്തക്കാർ കാണിച്ചിട്ടിരിക്കുക. എന്നാന്ന് വെച്ചാൽ ടീച്ചർ എന്നെ ഏൽപ്പിച്ചിട്ട് ചോറുണ്ണാൻ.
ഞാൻ പ്രത്യേക കാര്യമൊന്നും ചോദിക്കില്ല. ഇതുകൊണ്ടോ വടിയെടുത്ത് എന്താ കളിച്ചെന്ന് ചോദിച്ച് കയ്യിലിടാൻ ഒരടി കൊടുക്കും. 5ാം ക്ലാസ്സിലേക്ക് പോയി. കൊച്ചു കയ്യാ, ഇപ്പോഴും എന്നെ മനസ്സിലായി. അടി കൊടുത്തപ്പോഴും ഇത് ഞാൻ ഓർക്കുന്നത് കാരണം പോലും ചോദിക്കാൻ കൊച്ചു വിദ്യാഭ്യാസം ചോറുണ്ടായിരിക്കരുത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ കഴിക്കാത്ത രക്ഷ ചോദിച്ചപ്പോൾ അതിൻ്റെ രക്ഷമില്ല. അപ്പൊ പന്നി സമാധാനം. ഇതിലൊരിക്കലും ഞാൻ അടികൊണ്ട് കഴിഞ്ഞ് ദൈവികമായി കുട്ടിയെല്ലാം മുന്നോട്ട് പോകും. 2 കണ്ണിൽ നിന്ന് പതുക്കെ കണ്ണുനീര് രൂക്ഷമായിട്ടാണ് ഇപ്പോഴും ആ കണ്ണുനീരെല്ലാം വടിയെടുത്ത് വന്നാൽ ഒരു കുട്ടിയെ അല്ലെങ്കിലും തെറ്റ് ചെയ്യാത്തൊരു കുട്ടിയെ ശിക്ഷിക്കാൻ ഏറ്റവും വലിയ പാപം. കാര്യകാരണങ്ങൾ പറഞ്ഞ് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ശിക്ഷിക്കാൻ കഴിയാത്തതെന്ന് തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ ശിക്ഷിക്കൂ. ഇല്ലെങ്കിൽ ഒരധ്യാപകൻ്റെ മനസ്സിൻ്റെ കോണിൽ ആ പാപഭാരം എന്നും നിലനിൽക്കുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചനുഭവമാണ്. ഇത് വടിയെടുക്കാതെ പഠിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ പിന്നീട് ശ്രമിച്ചത്. പിന്നീടൊരിക്കലും ഇത്രയും വർഷത്തെ ജീവിതകാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൊച്ചു ദുഃഖം എൻ്റെ വീട്ടിൽ ഇപ്പോഴും അവശേഷിക്കും. ഈ പെൻഷനാകുന്ന സമയത്തും മറ്റ് ഫീൽഡുകളിലൊക്കെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏരിയ എന്നതിലേക്ക് വളരെയേറെ സഹായം നിങ്ങളെല്ലാവരും ഇതെല്ലാം കാര്യം ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഹെഡ് മാസ്റ്റർമാർ അവിടെ നിന്ന് ഞാൻ ചെയ്യാതെ തന്നെ അവർ ചെയ്തു തരികയും വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും എന്നോട് പെരുമാറുന്നത്. എല്ലാ നല്ല സേവനങ്ങളും ചെയ്തതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത കുട്ടി ഇപ്പോൾ ബോംബെയിൽ ജോലിയായി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബജാജിൻ്റെ കമ്പനിയിൽ ഡിസംബർ മാസത്തിൽ പെർമനൻറ്റ് പോസ്റ്റ് കയറി. തിരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പെൻഷനായാലും വീട്ടിലേക്ക് അല്പം വരുമാനം വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ കുട്ടി +2 ആണ് പഠിക്കുന്നത്. ഗ്രാജുവേറ്റ +2 പഠിക്കുന്നത്. ഒരുവിധം നന്നായിട്ടൊക്കെ പഠിക്കും. എൻ്റെ കൂട്ട് ഇച്ചിരിയൊക്കെ കലയുടെ ദോഷം ഉണ്ടെങ്കിലും ആ ദോഷം പഠിത്തത്തെ ബാധിക്കില്ല. എങ്കിൽപ്പോലും നന്നായിട്ടൊക്കെ പഠിക്കും. ഒരു സന്തോഷക്കുറവും സത്യത്തിലില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഒരു ദിവസം ഇറങ്ങിയിട്ടുള്ള ജീവിതത്തിൽ 26 വർഷത്തെ തമ്മിലൊരു അഭിപ്രായത്തിലുണ്ടാവുന്ന ദിവസം ബാക്കി ഒരു ദിവസവും ഞങ്ങൾ തുടങ്ങി. അതിന് കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഭാര്യയായിട്ട് കൂടി ആലോചിച്ചിട്ട് ഇങ്ങോട്ടൊരു വഴക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊരു തമാശയൊക്കെ പറഞ്ഞ് ഒഴിവായി. ചിലപ്പോൾ അർത്ഥപ്പെട്ടതായിരിക്കാം വഴക്കല്ലേ. സത്യം പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും അംഗീകരിക്കാൻ നമ്മൾ പരസ്പര യോജിപ്പുണ്ടെങ്കിൽ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. എല്ലാവർക്കും വളരെ സന്തോഷപ്രദമാണ്. ഇപ്പോൾ പിരിയുന്നതിനും സന്തോഷപ്രദത്തില്ല. സാമൂഹികമായ ആളുകൾ അവരെ ക്ഷണിക്കുന്നുണ്ട്, സമുദായക്കാർ ക്ഷണിക്കുന്നുണ്ട്, പിന്നെ പല രാഷ്ട്രീയക്കാർ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ പലരും ഇപ്പോൾ ക്ഷണിച്ചു തുടങ്ങി. ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ പോയി കൂടണം എന്ന ആഗ്രഹമാണുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പിരിയുന്നത്. പിന്നെ ഒരു ദുഃഖമുള്ളത് വലിയൊരു കുടുംബത്തിൽ ഒരുമിച്ച് കൂടി ചേർന്നതിന് ശേഷം അങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്നൊരു മനോവിഷം മാത്രമേ എനിക്കുള്ളൂ. എന്നോട് സഹകരിച്ചവർക്ക് എല്ലാ മാഷന്മാർക്കും ഇപ്പോൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാർത്ഥതയും അർപ്പണബോധവും